ഫ്ലിപ്കാർട്ട് കയ്യിൽ നിന്ന് ഞാൻ 1 രൂപ മേടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും അത് അർഹത ഉള്ളവർക്ക് മാത്രം കൊടുക്കണം. അല്ലാതെ ഞാൻ മുഖേന നിങ്ങൾ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് അതൊരു സങ്കടമായിട്ട് പിന്നീട് മാറും. ഹലോ, മഴ അടിപൊളി മഴയാണ്. ഞങ്ങളിപ്പോ ഒരാളെ കാണാൻ വേണ്ടി വന്നാണ്. ആരെയെന്നറിയാവോ? ആരാണ് മനസ്സിലായില്ല. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ എടുത്ത ഒരാളുണ്ട്. ആരാണത്? ആരിഷ എന്നാണ് പേര്. നമ്മൾ ആ വീഡിയോ ഇല്ലേ, മട്ടാഞ്ചേരിയിലെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിട്ടുണ്ട്. ആ വൈറലായ വീഡിയോ ഷൂട്ട് ചെയ്ത ആ ചാനലിന്റെ ഉടമസ്ഥനെയാണ് നമ്മൾ കാണാൻ പോണത്. നമ്മൾ പത്രത്തിലൂടെയും അതുപോലെ ടെലിവിഷനിലൂടെയൊക്കെ ആ വാർത്ത വന്നു. ലോകം മുഴുവനും ആ വീഡിയോ ഓടിക്കളിക്കുന്നുണ്ട്. പക്ഷെ അത് ഷൂട്ട് ചെയ്ത ആളെ അധികം ആളുകൾക്ക് അറിയാൻ പറ്റൂല, അറിയില്ല. അതുകൊണ്ടാണ് നമ്മള് പേര് ആരിഷ എന്നാണ് പേര്. എവിടെ വീട്? ഇത് കൊച്ചി മട്ടാഞ്ചേരി. കഴിഞ്ഞ പ്രളയകാലത്തില്ലേ, കഴിഞ്ഞ പ്രളയകാലത്ത് 18 ആ പ്രളയകാലത്ത് ഈ കടയിലുണ്ടായിരുന്ന മുഴുവൻ തുണിത്തരങ്ങളും എടുത്ത് ദാനം ചെയ്തിട്ട് പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് കൊടുത്ത് പുള്ളിക്കാരത്തി അങ്ങനെ എന്തും ചാരിറ്റി ചെയ്യാനായിട്ട് മുന്നിട്ട് വന്ന ഒരാളാണ്. അപ്പൊ നമുക്ക് പുള്ളിക്കാരിനെ ഒന്ന് നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോ വരുന്നത്. അവരുടെ കടയുടെ പേരെന്താണ്? കടയുടെ ഒരു കടക്ക് അന്ന് വേറെന്തോ പേരായിരുന്നു, ഇപ്പൊ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ ഉള്ള ബോർഡ്, ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ്, കോമ്പാറമുക്ക്, മട്ടാഞ്ചേരി, കൊച്ചി. കോമ്പാറമുക്കാണ് കേട്ടോ സ്ഥലം. അപ്പൊ ഈ കാണുന്ന വീടാണ്, ഇവിടെയാണ് ഈ ആരിഷ താമസിക്കുന്നത്. ആരിഷായും ഫൈസലും. ഇപ്പൊ ഈ അവസരത്തില് ഈ ആരിഷാനെ ഒന്ന് കണ്ടു കളയാം. വാതിലൊക്കെ തുറന്ന് നടപ്പുണ്ട്. വാൾ ഇവിടെ നിൽപ്പുണ്ട്. ഹലോ, നമസ്കാരം. ഇതാണ് ആരിഷ. ഇത് ആരിഷയുടെ ഹസ്ബൻഡ് ഫൈസലാണ്. ഇത് ജോസ്മോൻ ചേട്ടനാണ്. ഞാൻ ലത്തീഫ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ലോകമാകമാനം സഞ്ചരിച്ച ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരു കുട്ടിയും മാതാവും താമസിക്കുന്ന വീട്, വളരെ ദാരിദ്ര്യമായ രേഖക്ക് താഴെയുള്ള ആളുകൾ, ഇടിഞ്ഞു പൊളിയാറായ വീട്, പൊളിഞ്ഞ വീട്, അത് റെയിൻകോട്ടൊക്കെ ഇട്ടാണ് ആ കൊച്ചു വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു വീഡിയോ എല്ലാവരുടെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടായി. ആ നിമിഷ നേരം കൊണ്ട് തന്നെ ആ വീഡിയോ വൈറലായി പറന്ന് ലോകം മുഴുവനും ഇറങ്ങി. ആ കുട്ടിക്കൊക്കെ ആവശ്യമുള്ള സഹായങ്ങളൊക്കെ കിട്ടിയാ ഇല്ലേ, അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, ആ വീഡിയോ പിടിച്ച ആളോട് തന്നെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ആ വീഡിയോ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്താണെന്ന് പറയാമോ? അത് ഹസ്ബൻഡിന്റെ സിസ്റ്റർ ഉണ്ട്, അതിന്റെ വീടിന്റെ അടുത്താണ് ഈ കുട്ടി താമസിക്കുന്നത്. അപ്പൊ വർഷങ്ങളായിട്ട് അവർ ഈ ഒരു അവസ്ഥയിലാണ് പോണത്. കുറേ നാളായിട്ട് ആരും തിരിഞ്ഞു നോക്കാണ്ടായപ്പോൾ ഇവര് അയൽവാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അപ്പൊ അങ്ങനെ വന്നിട്ട് സിസ്റ്ററിനോട് സംസാരിച്ചതാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര ഒരു അവസ്ഥയിലാണ് മോളെ, ഒന്ന് കണ്ടു നോക്ക്, പറ്റുമെങ്കിൽ കവർ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഈ ഒരു കണ്ടന്റ് ചെയ്യുന്ന ആളല്ലല്ലോ. പക്ഷെ അവിടെ പോയി കണ്ടു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. അതാര് കണ്ടാലും കരഞ്ഞു പോകും, അങ്ങനത്തെ ഒരു സീനായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളൊക്കെ ഉള്ള ആളുകളല്ലേ, ഒരു പെൺകുട്ടി ആ ഒരു അവസ്ഥയിൽ ജീവിക്കണ കണ്ടപ്പോൾ ഞാനൊരു 4:30 മണി ഒക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ 5 മണി 5:30 ആയപ്പോൾ വീഡിയോ എടുത്തു വന്നു. 8 മണിക്കാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യണത്. പക്ഷെ അന്ന് രാത്രി 9 മണിയായപ്പോഴേക്കും അവിടെ ആളുകൾ എത്തിയെന്നാ പറയണം. അവിടെ ലൈറ്റ് ഒന്നും ഇല്ല, അങ്ങോട്ട് പോണ വഴി ലൈറ്റ് ഒന്നും ഇല്ല, കാടാണ്, മൊത്തം കാടാണ്. അന്ന് വരെയും ആ വീട് തിരിഞ്ഞു നോക്കാത്ത ആളുകൾ രാത്രി 9 മണിക്ക് ടോർച്ച് അടിച്ച് വന്ന് വീടിന്റെ അവസ്ഥ നോക്കി ഇതാക്കിപ്പോയി. 18 മണിക്കൂർ ആയപ്പോഴേക്കും വീട് വെച്ചു കൊടുക്കാനും കൊച്ചിന്റെ വിദ്യാഭ്യാസം ഏത് ലെവലിൽ പോകുന്നു അതുവരെ ഏറ്റെടുത്തുകൊണ്ട് സംഘടന വന്നു. ആര് നടന്നോണ ആ വഴി കണ്ടറിയാം. ആ വീഡിയോ ആ ക്യാമറ പിടിച്ച ആളാരാണ്? അതെന്റെ ഒരു ഫ്രണ്ടാണ്, സോണിയ മുബാറക്. സോണിയ അല്ലേ? വളരെ വലിയൊരു, കാരണം ഇതിനു മുമ്പ് ആര്യയുടെ ഒരു വീഡിയോ കുറേ കാലം മുമ്പ് ആര്യനെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ മലീമസമായ റോഡ്, മഞ്ഞപ്പിത്തം എന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അത് ആര് പറയണത് തന്നെ. ഞാൻ ആര്യാണേന്നും പറഞ്ഞാൽ അതിലും തുടങ്ങിയായിരുന്നു. ഇതിലും അങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ ടൈപ്പ് വീഡിയോ ചെയ്യാറുണ്ടല്ലേ? അല്ല, ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും പ്രതികരിക്കാറില്ല. പക്ഷെ പ്രതികരിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരെയും നമുക്ക് തേജോധം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അതാണല്ലോ വേണ്ടത്. ഇവിടെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്, എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഒരുവിധപ്പെട്ട വീടുകളൊക്കെ മുങ്ങും. റോഡ് ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് വീടുകളിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കണേ. ഈ കാണകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വർഷങ്ങളായി.
ഒരുപാട് പരാതികൾ പറഞ്ഞിട്ടും അതിനൊന്നും നമുക്ക് ഇത് കിട്ടിയില്ല, ഫലം കിട്ടിയില്ല. പക്ഷെ ആ ഒരു വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ 1.5 കൊല്ലമായിട്ട് ഇവിടെ ഒരു വീഡിയോയിലും വെള്ളം കയറിയിട്ടില്ല. ആ ഒരു വീഡിയോ എല്ലാ കാണകളും ക്ലീൻ ആക്കി, ഒരു വീട്ടിലും വെള്ളം കയറിയിട്ടില്ല. ഇത്രയും മഴ ഇപ്പൊ നിങ്ങൾ വന്നപ്പോ കണ്ടില്ലേ, മറ്റൊരു മഴ പെയ്താൽ നിങ്ങൾ ഈ നടന്നു വന്ന റോഡ് മൊത്തം വെള്ളമായിരിക്കും, വണ്ടികൾക്കൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ വെള്ളമില്ല, കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് കിടക്കുന്നില്ലേ. പിന്നെ ചവർ ഇവിടെ കൂടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അതിനൊക്കെ മാറ്റം വന്ന് ഞങ്ങൾ ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ ആളുകൾ വരുന്നുണ്ടോ? ഒരുപാട് പേര് വരുന്നുണ്ട്. ആണല്ലേ? പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പൊ ഞാനാണെങ്കിലും ലത്തീഫ്ക്ക് ആണെങ്കിലും കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അത് നമ്മളിപ്പോ എത്ര കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാലും തികയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ലത്തീഫ്ക്കാരുടെ കയ്യിൽ നിന്ന് ഞാൻ 1 രൂപ മേടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴും അത് അർഹത ഉള്ളവർക്ക് മാത്രം കൊടുക്കണം. അല്ലാതെ ഞാൻ മുഖേന നിങ്ങൾ മറ്റുള്ളവർക്ക് പൈസ കൊടുത്തിട്ട് അതൊരു സങ്കടമായിട്ട് പിന്നീട് മാറും. അപ്പൊ അതുകൊണ്ട് ചെയ്യില്ല എന്ന് പറയണില്ല, അർഹതയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ചെയ്യും. ഒരു 1.5 വർഷമായിട്ട് ഈ അമ്മ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഈ വീടിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലായിടത്തും കയറി ഇറങ്ങിയിട്ടുണ്ട്, അതിനൊന്നും ഒരു ഇത് കിട്ടിയിട്ടില്ല. പക്ഷെ ഈ ഒരു വീഡിയോ കയറി കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ആളുകളൊക്കെ വന്നു, വീട്ടിലെത്തി അല്ലേ. ഏതായാലും വളരെ അല്ലേ ചേട്ടാ, ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞു. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ പവറാണ് കേട്ടോ. സോഷ്യൽ മീഡിയ അതിൽ പ്രത്യേകം പറയാനുള്ളത്, കാരണം എനിക്ക് ആ വീഡിയോ എന്തോ ഇപ്പൊ 40,000 അത്രയും ഓടിയിട്ടുള്ളൂ ഫേസ്ബുക്കിൽ. പക്ഷെ അത് ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സാപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നന്നായി, എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ വാട്സാപ്പ് ഷെയർ ആണ് വന്നേക്കണത്. നമ്മുടെ ഉദ്ദേശം അവർക്ക് ഒരു നല്ല രീതിയിൽ ആവണമെന്നുള്ളത്, അത് ദൈവാനുഗ്രഹിച്ച് അത് കിട്ടിയല്ലേ. അതെ, ഏതായാലും അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയതില് അല്ലെ, ആ തോന്നലിലാണല്ലോ ഒരു കുടുംബം രക്ഷപ്പെട്ടത്. ദൈവനിയോഗം. അതെ, ആരിഷ ഇതല്ലേ നമ്മള് ആ വഴി? അതെ അതെ, ഇത് തന്നെ ആ വഴി. പക്ഷെ ഇപ്പൊ ആ വഴി എന്തോരം മാറിപ്പോയി. അത് ഒറ്റ രാത്രി നേരം വെളുത്തപ്പോഴേക്കും ഈ വഴിയൊക്കെ ക്ലീൻ ആക്കി, അല്ല ഈ പറമ്പേ ക്ലീൻ ആക്കി, കാടൊക്കെ വെട്ടി തെളിച്ച് നല്ല സൂപ്പർ ആക്കി എടുത്ത്, കണ്ടില്ലേ, നല്ല ഭംഗിയാക്കിയല്ലേ. ഞാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ വരുമ്പോഴേക്കും ഇവിടെ പണിയൊക്കെ തുടങ്ങി. അതല്ലേ, ഒറ്റ ദിവസം എന്തായാലും ലത്തീഫ്ക്ക് വന്നല്ലേ, നമുക്ക് ആ വീടൊന്ന് കാണാം, പരിസരം കാണാം. ഞാൻ നടന്നു പോയ വഴിയാണ് ഈ കാണാം. ഇവിടെ മൊത്തം ഇതായിരുന്നു, കാടും സംഭവങ്ങളൊക്കെ ആയിട്ട്. അത് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഈ കല്ല് ചവിട്ടിയാണ് ഞാൻ നടന്നു വന്നത്. നോക്കി വരണേ, വഴുക്കണ്ടേ. ഇവിടെ ആരും ഇല്ലെന്ന് തോന്നണ ഇപ്പൊ. അവിടെ അടപ്പ്, അവിടെയാണ് ഭക്ഷണം. ഓ, അവിടെയാണ് ഒരു ഭക്ഷണം പാകം ചെയ്യണ സ്ഥലമൊക്കെ കാണിച്ചത്. ബാത്റൂം ഉണ്ടായി. ഓ, പക്ഷെ ഇവിടെ പെട്ടെന്ന് തന്നെ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നല്ലേ. ഇവിടെയൊക്കെ കാടൊക്കെ വെട്ടി ക്ലീൻ ആക്കി. ഇവിടെ വീട് വെച്ചു കൊടുക്കാം, ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്, പുറലോകം ഇത് അറിഞ്ഞത്. പക്ഷെ അത് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. മനുഷ്യജീവിതങ്ങളാണ് അതിൽ താമസിക്കാൻ പോണത്, അല്ല അവരാണ് അതിൽ താമസിക്കേണ്ടതെന്നുള്ള ഒരു ചിന്തയോടുകൂടി നല്ല രീതിയിൽ അവർക്ക് സൗകര്യങ്ങളുള്ള ഒരു വീട് വെച്ചു കൊടുക്കുന്നത് വരെ നമുക്ക് ഈ ഒരു ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. ഇന്നലെ ഈ ഭാഗത്തൊക്കെ ആരിഷയുടെ വീഡിയോയിൽ നല്ല കാടായിരുന്നു. ആര്യയുടെ വീഡിയോ ഇന്നലെ കണ്ടവർക്കൊക്കെ അറിയാം, ഇവിടെ നല്ല കാടായിരുന്നു. പക്ഷെ ഇന്നിവിടെയൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്ന പോസ്റ്റ്, ഈ പോസ്റ്റിൽ ഒരു വഴിവിളക്കില്ല. ഇവിടെ ഇഴജന്തുക്കളൊക്കെ ഇഷ്ടം പോലെ വരാൻ സാധ്യതയുള്ള ഒരു വഴിയാണ്. ഇവിടെ ഒരു വഴിവിളക്കില്ല. ഇവിടുത്തെ കൗൺസിലറൊക്കെ അത് ശ്രദ്ധിച്ച് ഇവിടെ ഒരു വഴിവിളക്കിട്ട് കൊടുക്കാനുള്ള ഒരു മാർഗം നോക്കണം. അതൊക്കെ വലിയ കാര്യമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഒരൊറ്റ പേപ്പർ വർക്കിൽ തീരാവുന്ന കാര്യമുള്ളൂ. പാവങ്ങളോട് കരുണ കാണിക്കുന്നവനോട് മാത്രമാണ് മുകളിൽ നിന്ന് കരുണ കാണിക്കുള്ളൂ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നാളെ നിങ്ങൾക്ക് ഈ നാട്ടിൽ വീണ്ടും വോട്ട് ചോദിച്ച് കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റും. കൂടാതെ ഈ വീട്ടിൽ താമസിക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് നല്ല സൗകര്യങ്ങളോടുള്ള ഒരു വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നാടിനെ അഭിമാനിക്കാം, നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മക്ക് അഭിമാനിക്കാം.